നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോസ്കോയിൽ നടന്ന ഹീനമായ തീവ്രവാദ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ദുഃഖത്തിൻ്റെ ഈ വേളയിൽ റഷ്യൻ ഫെഡറേഷനിലെ സർക്കാരിനോടും ജനങ്ങളോടും ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. എന്തായാലും ഈ ഒരു ദുരന്ത സമയത്ത് മോസ്കോയെ ഇന്ത്യ ചേർത്തണയ്ക്കുന്ന ഒരു നിലപാടാണിപ്പോൾ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിലുണ്ടായ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 115 ഉയർന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 11 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 4 പേർക്ക് ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് വിവരം. ആക്രമണം നടത്തിയവർക്ക് യുക്രൈനുമായി ബന്ധമുണ്ട് എന്ന് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ ആരോപിക്കുന്നുണ്ട്. തീവ്രവാദ ആക്രമണം നടത്തിയതിനു ശേഷം അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയ തീവ്രവാദികളെ കാറിൽ പിന്തുടർന്നാണ് പിടികൂടിയതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. റഷ്യ യുക്രൈൻ അതിർത്തി കടക്കാനായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യമെന്നും റഷ്യ വ്യക്തമാക്കി. റഷ്യയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ട് തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു ഇത്തരത്തിലൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായത്. സംഗീത പരിപാടിക്കിടെയാണ് മുഖംമൂടി ധരിച്ച അക്രമികൾ കാണികൾക്ക് നേരെ വെടിയുതിർത്തത്. അക്രമി സംഘത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. വെടിവയ്പ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങളുണ്ടായി. കെട്ടിടത്തിൽ നിന്ന് തീ ഉയർന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. സൈനികരുടേതിന് സമാനമായ വസ്ത്രം ധരിച്ചായിരുന്നു അക്രമികൾ എത്തിയത്. 9,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. 6,000 ആൾക്കാരാണ് വെടിവയ്പ്പ് നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. തീവ്രവാദ ആക്രമണമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ആഴ്ച അവസാനം നടക്കാനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയറും വ്യക്തമാക്കി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തീവ്രവാദ ആക്രമണത്തെ അപലപിച്ചു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മോസ്കോയിലുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു വെള്ളിയാഴ്ച നടന്നത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ IS ഏറ്റെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.